ജനങ്ങളാകെ, ഇടുക്കിയിലെ ജനങ്ങളാകെ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഭൂപ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ്. 1960 ഭൂപതിവ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ പുതിയ ഭേദഗതി പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ 2024 ജൂൺ 7 വരെയുള്ള പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ സാധിക്കും. വലിയ പ്രശ്നമായി നിലനിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം ക്രമീകരിക്കാൻ കഴിയുമെന്നതാണ് ഈ നിയമഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ നിയമത്തിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന വിവിധ ചട്ടങ്ങൾ പ്രകാരം ഭൂമി പതിവ് ലഭിച്ചവരുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 1964 കൃഷി ആവശ്യത്തിനുള്ള പതിവ് ചട്ടങ്ങളും 1995 മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ വീടിനും ചെറിയ കടകൾക്കും ഭൂമിയുടെ ഗുണപരമായ ഉപയോഗത്തിനുമുള്ള ചട്ടങ്ങൾ പ്രകാരം ലഭിച്ച ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ ചില വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ നടന്നിട്ടുണ്ട്. അത് ക്രമീകരിക്കുന്ന കാര്യം ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നിയമത്തിൻ്റെ കീഴിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഭൂമി പതിച്ചു നൽകിയ ചട്ടങ്ങളുമുണ്ട്. തുടക്കം മുതലേ സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ സമീപനമുണ്ടായിരുന്നു. നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന മലയോര ജനതയും ജീവിതവൃത്തിക്കായി ഭൂമി തരം മാറ്റി വിനിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സാധാരണ ചട്ടപ്രകാരം പരിശോധിച്ചാൽ ലംഘനമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയണം. ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ നിയമ ഭേദഗതി വന്നെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ പുതിയ ചട്ടങ്ങളുടെ ഒടുവിൽ ഏതൊക്കെ ചട്ടങ്ങൾക്കാണ് ബാധകമെന്നതിനെക്കുറിച്ച് ഒരു ഷെഡ്യൂളായി ഉൾപ്പെടുത്താമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഭൂമി ഇനി മറ്റാവശ്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ അതിന് പുതിയ അനുമതി തേടണം. അപ്പോൾ ആ പുതിയ അനുമതി തേടാൻ കഴിയും എന്നത് ഇതിൻ്റെ ഭാഗമായി വേണമെന്ന് കാണുകയാണ്. അതിനുവേണ്ടി
മറ്റൊരു ചട്ടം കൂടി കൊണ്ടുവരാമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലെ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഉടമയുടെ താമസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപജീവനാർത്ഥം നിർമ്മിച്ച കടമുറി അടക്കമുള്ള ചെറിയ കെട്ടിടങ്ങൾ, അത് വീടായാലും ഇത്തരത്തിലുള്ള കടമുറി അടക്കമുള്ള ചെറിയ കെട്ടിടങ്ങളായാലും അത് ക്രമീകരിക്കുന്ന കാര്യത്തിൽ അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നൊരു നിശ്ചിത പരിധി വെക്കും. ആ നിശ്ചിത പരിധിക്കുള്ളിൽ തീരുമാനമായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ തീരുമാനം ലഭിച്ചതായി കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയും. ഡീംഡ് പെർമിഷനായി കണക്കാക്കുക എന്താണ് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനാവശ്യമായ കാലതാമസം ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാൻ കഴിയും. ധാരാളം പേർക്ക് സമയബന്ധിതമായി തന്നെ ഈ സൗകര്യം ലഭ്യമാകും എന്താണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഈ പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച സർക്കാർ, അർദ്ധ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, സർക്കാർ ധനസഹായത്തോടെയുള്ള മറ്റ് നിർമ്മിതികൾ, ഇങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയുടെ ക്രമീകരണം ഇതിൻ്റെ കൂടെ വരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ നടപടിക്രമം ലഘൂകരിക്കും വിധം ഏകജാലക സംവിധാനം പോലുള്ളവ ഇതിനായി പരിഗണിക്കുന്നതാണ്. ഇതിനു പുറമെ വിവിധ മതവിശ്വാസങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങൾ, അവയുടെ അനുബന്ധ നിർമ്മിതികൾ, വിവിധ സമുദായ സംഘടനകളുടെ ഓഫീസുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ, ഭിന്നശേഷി അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുസ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭൂമിയിൽ പൊതു ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളോടൊപ്പമുള്ള നിർമ്മിതികൾ, ഉദാഹരണത്തിന് ബസ് സ്റ്റാൻഡ്, ചന്ത, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഉൾപ്പെടുന്ന ഭൂമിയുടെ ക്രമീകരണം വേഗത്തിലാക്കാൻ വേണ്ടി നടപടികൾ ലഘൂകരിക്കും. വേറൊരു പ്രശ്നം, അനുവദിച്ച് കിട്ടിയ പട്ടയഭൂമി, ആ പട്ടയഭൂമിയുടെ എത്ര അളവാണോ വകമാറ്റി ഉപയോഗിച്ചത് അത്രയും അളവ് ഭൂമി മാത്രമേ ക്രമീകരണം എന്ന വ്യവസ്ഥയിൽ വരുന്നുള്ളൂ. കാരണം മറ്റുള്ളിടത്തൊന്നും വേറെ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉടമസ്ഥന് ആ ഭൂമിയിലെ തന്നെ ബാക്കിയുള്ള ഭാഗം മറ്റൊരാവശ്യത്തിനായി വിനിയോഗിക്കുന്നതിന് പുതിയ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷ സമർപ്പിക്കാനാവും. പിന്നീടുള്ള വലിയ കെട്ടിടങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള 10,000 ചതുരശ്രടിയൊക്കെയുള്ള കെട്ടിടങ്ങൾ ചിലപ്പോൾ കാണും. അവയുടെ ക്രമീകരണം അതും സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രശ്നമാണ്. അതും
പരിശോധിക്കുക തന്നെയാണ്. ഏതാവശ്യത്തിനാണോ തരം മാറ്റം അനുവദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും സ്വീകരിക്കേണ്ടതായി വരും. ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമം ബാധകമാകുന്ന സ്ഥലമാണെങ്കിൽ ആ ഭൂമി ക്രമീകരണത്തിന് ആ നിയമം സ്വാഭാവികമായും ബാധകമാകും. 1960 കേരള ഭൂപതിവ് നിയമം അനുസരിച്ച് പട്ടയം ലഭിച്ച ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രത്യേക മേഖലകളിലുള്ള ഉയർന്ന നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതികളിൽ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കുന്നു എന്നതും ഉറപ്പുവരുത്തും. ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം, ഈ പ്രശ്നത്തിൽ വിവിധ ഘട്ടങ്ങളിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കോടതി വിലക്കുകളുണ്ട്, കോടതിയുടെ ഉത്തരവുകളുണ്ട്. അവയെല്ലാം പരിശോധിച്ച് വേണം തീരുമാനത്തിലേക്ക് കടക്കാൻ. അപ്പം അതിന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടാൻ ചീഫ് സെക്രട്ടറിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ആ നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. എത്രയും വേഗം ചട്ടങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതേപോലെ തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. അവയ്ക്കെല്ലാം അനുസൃതമായി നടപടികൾ സ്വീകരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇവ നടപ്പിലാക്കാനും കഴിയണം. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 2 ചട്ടങ്ങളാണ് പ്രധാനമായും കൊണ്ടുവരേണ്ടത്. ഒന്ന്, വകമാറ്റി ഉപയോഗിച്ചിട്ടുള്ള ഭൂമി ക്രമീകരിക്കുന്നുള്ള ചട്ടം. രണ്ടാമത്തത്, പുതുതായി മറ്റാവശ്യങ്ങൾക്ക് ഭൂമി വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥകളടങ്ങുന്ന മറ്റൊരു ചട്ടം. ഇപ്പോൾ നിശ്ചിത അളവ് വരെ നേരത്തെ നമ്മൾ കണ്ടത് 1500 മുതൽ 3000 വരെ സ്ക്വയർ ഫീറ്റ് നിർമ്മാണമുള്ള 15 സെൻറ്റ് വരെയുള്ള നിർമ്മാണം. അപ്പം ആ നിർമ്മാണം ഇളവനുവദിക്കല് അതിന് സാധാരണഗതിയിലുള്ള ഈ വകമാറ്റലിനുള്ള അപേക്ഷാ ഫീസ് അത് മാത്രം ഈടാക്കി ഈ വകമാറ്റൽ അനുവദിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ്. അതോടൊപ്പം 1500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ചെറിയ തോതിലുള്ള വകമാറ്റലാണെങ്കിൽ അത് സാധാരണഗതിയിൽ അനുവദിക്കപ്പെട്ടതായി കണക്കാക്കും. ഇപ്പോൾ ഡീംഡ് പെർമിഷൻ്റെ പരിധിയിലാണ് അത് വരിക. അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല. വനത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഭൂമി ഉണ്ടാവും. ഇപ്പോൾ വനാതിർത്തി പങ്കിടുന്ന ഭൂമിയിൽ പ്രത്യേക നിബന്ധനകൾ ആവശ്യമായിട്ട് വരും. ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്ന 15 ഏക്കർ വരെ ഭൂമിയുള്ള ഉടമസ്ഥർക്ക് ഈ ചട്ടങ്ങളുടെ ആനുകൂല്യം ലഭിക്കും. എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുമെന്നർത്ഥം. 15 ഏക്കറിന് മേലെയുണ്ടെങ്കിൽ മാത്രമേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ.
ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകളനുസരിച്ചുള്ള ഫീസ് ഉണ്ടായിരിക്കും. ആ ഫീസ് അവർ ഈടാക്കും, അതിലെ അപാകതയില്ല. ഇപ്രകാരം നിർമ്മാണം ക്രമീകരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കണം എന്ന വ്യവസ്ഥ ഇതിലുണ്ടാവും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കാൻ പാടില്ല, നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് എന്താണോ അത് കൊടുത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതും സങ്കീർണമല്ലാത്തതുമായ രീതി പൂർണ്ണമായും സ്വീകരിക്കും. ഇതിനുവേണ്ടി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തും. നിശ്ചിത അളവിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമേ ക്രമീകരിക്കുകയുള്ളൂ, ബാക്കിയൊന്നും ക്രമീകരിക്കില്ല. അങ്ങനെ ഒരു തെറ്റായ പ്രചരണം ചിലർ നടത്തുന്നതായി അറിയുന്നുണ്ട്. ഇത് ശരിയല്ല. ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതിലുണ്ട്, നിശ്ചിത അളവ് വരെയുള്ളവ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടു, അതിന് മുകളിലുള്ളവർക്ക് ഉയർന്ന ഫീസ് എന്ന് ചുമത്തിക്കൊണ്ടുമായിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക. അപ്പോൾ ക്രമീകരണം എല്ലാവർക്കും വരുമെന്നർത്ഥം. ഉയർന്ന നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്ന അവസരത്തിൽ ചില മറ്റ് നടപടികൾ ആവശ്യമുണ്ടോ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആ വ്യവസ്ഥകളും ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരം നിർമ്മാണങ്ങളുടെ ക്രമീകരണം നിലവിലുള്ള കോടതി ഉത്തരവുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നടപ്പാക്കാനാവൂ. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിക്കണമെന്ന നിർദ്ദേശം നൽകിയെന്ന് നേരത്തെ പറഞ്ഞത്. അടുത്തത്, ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്.